വാർത്തകൾ വിശദമായി പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അയൽ രാജ്യങ്ങളിലേക്ക് നടത്തിയ ആക്രമണങ്ങൾക്ക് ക്ഷമ ചോദിച്ച ഇറാൻ. ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയായിരുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ പ്രതികരണം. GCC രാജ്യങ്ങളിലേക്ക് ഇനി ആക്രമണം ഉണ്ടാകില്ലെന്നും ഇങ്ങോട്ട് ആക്രമണം ഉണ്ടായാൽ മാത്രമേ ഇനി പ്രത്യാക്രമണം ഉണ്ടാകൂ എന്നും ഇറാൻ. അതേസമയം 8ാം ദിനവും ഇറാനിലേക്ക് ആക്രമണം തുടർന്ന് ഇസ്രയേലും അമേരിക്കയും. ടെഹ്റാൻ അടക്കമുള്ള നഗരങ്ങളിൽ വ്യാപക ആക്രമണം. വിവരങ്ങളുമായി വിനയ രാജാണ് ചേരുന്നത്. വിനയ, ഇപ്പോൾ അയൽ രാജ്യങ്ങളിലേക്ക് നടത്തിയ ആക്രമണങ്ങൾക്ക് ക്ഷമ ചോദിച്ചിരിക്കുകയാണ് ഇറാൻ. ടെലിവിഷനിലൂടെയാണ് ഇത്തരത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. ഇത്തരത്തിൽ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ ഈ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെയാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളോട് ക്ഷമാപണവുമായി ഇറാൻ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ രംഗത്ത് വന്നിരിക്കുന്നത്. ശനിയാഴ്ച ഒരു ടെലിവിഷൻ പരിപാടിയിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ക്ഷമാപണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഇറാനെ സമീപകാലത്ത് നിരവധിയായിട്ടുള്ള രാജ്യങ്ങൾ ഈ അമേരിക്കയാണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഇസ്രായേൽ US ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് തങ്ങൾ നടത്തിയ ആ ആക്രമണങ്ങൾക്ക് താൻ ഇപ്പോൾ ക്ഷമാപണം നടത്തുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഗൾഫ് രാജ്യങ്ങളിൽ US-ന്റെ അമേരിക്കയുടെ തന്നെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ആക്രമണത്തിലാണ് ഇപ്പോൾ ക്ഷമാപണവുമായി ഇറാൻ പ്രസിഡന്റ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇനി തങ്ങളെ ആക്രമിക്കാത്ത പക്ഷം തങ്ങളും ആക്രമണത്തിൽ മുതിരില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയെങ്കിലും അല്ലെങ്കിൽ ക്ഷമാപണം നടത്തിയെങ്കിൽ കൂടി ഇന്നും ചില ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതായി മാധ്യമങ്ങളടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലെടുത്തു പറയേണ്ടത്, ഇന്നിപ്പോൾ ദുബായിലെ പല സ്ഥലങ്ങളിലും ആക്രമണം നടന്നതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നാലെ തന്നെ ദുബായ് വിമാനത്താവളം അടയ്ക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഈ വിമാനത്താവളത്തിന് നേരെയല്ല ആക്രമണം നടന്നതെന്ന് സ്ഥിരീകരിക്കുകയും അതിന് പിന്നാലെ വിമാനത്താവളം ഭാഗികമായി തുറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആക്രമണങ്ങൾക്ക് പിന്നാലെ ദുബായ് വിമാനത്താവളം അടയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അടക്കം കടന്നിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ഭാഗികമായി വിമാനത്താവളം തുറന്നിരിക്കുന്നത്. കൂടാതെ തന്നെ ഇസ്രായേലിന് നേരെയും ഇറാന്റെ ആക്രമണം ഇന്നുണ്ടായിരുന്നുവെന്നും ഇസ്രായേൽ മാധ്യമങ്ങളടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഇറാന് നേരെ ഇസ്രായേൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. പിന്നാലെയാണ് ഈ ഇറാൻ തിരിച്ചും ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും യുദ്ധം തുടങ്ങിയതിപ്പോൾ 8ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇനി 8ാം ദിവസമാകുമ്പോഴും യുദ്ധത്തിന് ചെറിയ രീതിയിലുള്ള അയവുണ്ടെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും ഇപ്പോഴും യുദ്ധം നടക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഗൾഫ് മേഖലകളിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിലടക്കം തന്നെ യുദ്ധം വ്യാപിപ്പിച്ച സാഹചര്യത്തിൽ ഇറാൻ വലിയ രീതിയിലുള്ള ഗൾഫ് മേഖലകളിലേക്ക് അടക്കം തന്നെ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ആക്രമണങ്ങൾ നടത്തിയതിലാണ് ഇപ്പോൾ ക്ഷമാപണവുമായി ഇറാൻ പ്രസിഡന്റ് രംഗത്ത് വന്നിരിക്കുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും യുദ്ധം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതിനിടയിലാണ് ഇനി തങ്ങളെ ആക്രമിക്കാത്ത പക്ഷം തങ്ങളും ആക്രമണത്തിലേക്ക് മുതിരില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിനിടെ തന്നെ ഇറാൻ പ്രസിഡന്റുമായി റഷ്യൻ പ്രസിഡന്റായിട്ടുള്ള പുടിൻ സംസാരിച്ചു എന്നടക്കം വ്യക്തമാക്കുന്നുണ്ട്. അതിൽ പുടിൻ വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം, ഈ ഇത്തരത്തിൽ ആക്രമണം തുടർന്ന് പോകരുത്, ഈ ആക്രമണം അവസാനിപ്പിക്കേണ്ടതുണ്ട്, സംഘർഷം വലുതാക്കേണ്ടതുണ്ട്, GCC രാജ്യങ്ങളുമായി നല്ല ബന്ധത്തിലാണുള്ളത്, അതുകൊണ്ട് തന്നെ ഇനിയും ആക്രമണങ്ങൾ അഴിച്ചു വിടരുത് എന്ന് ഇറാൻ പ്രസിഡന്റിനോട് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന വാർത്തകളടക്കം തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ സൗദി, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയതിനാണ് ഇപ്പോൾ ക്ഷമാപണവുമായി ഇറാൻ പ്രസിഡന്റ് രംഗത്ത് വന്നിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. അയൽ രാജ്യങ്ങളിലേക്ക് നടത്തിയ ആക്രമണങ്ങൾക്ക് ക്ഷമ ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇറാന്റെ പ്രസിഡന്റായ പെസഷ്കിയാനായിരുന്നു ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. GCC രാജ്യങ്ങളിലേക്ക് ഇനി ആക്രമണം ഉണ്ടാകില്ലെന്നും ഇങ്ങോട്ട് ആക്രമണം ഉണ്ടായാൽ മാത്രമേ ഇനി പ്രത്യാക്രമണം ഉണ്ടാകൂ എന്നുമാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കുന്നത്. എന്തായാലും 8ാം ദിനവും ഇറാനിലേക്കുള്ള ആക്രമണം തുടർന്നിരിക്കുകയാണ്. ഇസ്രയേലും അമേരിക്കയും. ടെഹ്റാനിലടക്കമുള്ള നഗരങ്ങളിൽ വ്യാപക ആക്രമണമാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിനയ രാജാണ്.